ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് കുമ്പളങ്ങ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പം അതിന് വേണ്ടി അമ്മയും കൂടെ കുമ്പളങ്ങയല്ല, നമ്മുടെ ടെറസ് ചെയ്യുന്ന കുമ്പളങ്ങയല്ല പറിച്ചെടുത്തു. നമുക്ക് 5 കുമ്പളങ്ങ കിട്ടി. അപ്പോൾ നമ്മളിപ്പം 4 എടുക്കുന്നുള്ളൂ. ഒരെണ്ണം നമ്മൾ മാറ്റി വെക്കണം. 4 നമ്മൾ എടുക്കുന്നുള്ളൂ. ഒരെണ്ണം മാറ്റി വെക്കണം. നമുക്ക് പിന്നെ ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ അമ്മച്ചിയാണെങ്കിൽ നമ്മൾ 4 കുമ്പളങ്ങയും നല്ല വൃത്തിക്ക് അരിഞ്ഞ് 2 കഷ്ണമാക്കി നമ്മളെല്ലാ കുമ്പളങ്ങയും 2 കഷ്ണമാക്കി വെക്കുവാണ്. അത് കഴിഞ്ഞ് അമ്മൂമ്മ നമ്മുടെ കുമ്പളങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞ് ആ 2 ഭാഗമായിട്ട് വെച്ചിരുന്ന കുമ്പളങ്ങയെ പിന്നെയും 2 ഭാഗമായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുവാണ്. അതിൻ്റെ നമ്മുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ കുമ്പളങ്ങ പായസത്തിന് വേണ്ടി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അമ്മൂമ്മയും കൂടെ നമ്മളെ കുമ്പളങ്ങ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെക്കുവാണ്. കാരണം നമ്മളെ കുമ്പളങ്ങ പായസത്തിന് നമ്മൾ ചെറിയ പീസാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ് വെച്ചു കേട്ടോ. ആണ് നമ്മളെ കുമ്പളങ്ങ. പിന്നെ നമ്മുടെ കുമ്പളങ്ങ നമ്മൾ കുക്കറിലോട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചേക്കുവാണേ. നമ്മളെല്ലാം കുമ്പളങ്ങയും നമ്മൾ പ്രതീക്ഷിക്കാത്തത് അത്രയും കുമ്പളങ്ങ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. നല്ല അപ്പോൾ നമ്മളെല്ലാം കുമ്പളങ്ങ ഞങ്ങൾ കുക്കറിലോട്ടിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുവാണ്. നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് നമ്മൾ കുക്കറിൻ്റെ മൂടി എടുത്ത് അടച്ച് നമ്മൾ നേരെ ആ കുക്കറെടുത്ത് സ്റ്റൗവിലോട്ടെടുത്തങ്ങ് വെച്ചു. പിന്നെ നമ്മൾ ഗ്യാസ് അങ്ങ് കത്തിച്ചു. പിന്നെ നമ്മുടെ ചവ്വരി നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. നമ്മുടെ ചവ്വരി നല്ല വൃത്തിക്ക് വേവാൻ വേണ്ടി നമ്മുടെ പായസത്തിന് വേണ്ടി നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അതിങ്ങനെ പതുക്കെ നമ്മുടെ വെന്ത് ചവ്വരി നല്ല വൃത്തിക്ക് ആ വെള്ളമെല്ലാം ചവ്വരിക്കകത്ത് കയറി പിടിച്ച് നല്ലൊരു സ്ലൈമി ടെക്സ്ചറൊക്കെ ആയി നമ്മുടെ ചവ്വരി വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കുക്കർ 2 വിസിലടിച്ചു. പിന്നെ പിന്നെ ചട്ടിയിലോട്ട് നമ്മുടെ നെയ്യിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും ഇട്ട് നല്ല വൃത്തിക്ക് നമ്മൾ വറക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇളക്കി കൊടുത്ത് നല്ല റെഡിഷ് ബ്രൗൺ കളർ എത്തണം നമ്മുടെ അണ്ടിപ്പരിപ്പ്. ആ കളർ എത്തുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് അങ്ങ് എടുത്തിടുക. പിന്നെ നമ്മുടെ മുന്തിരിങ്ങ നമ്മളത് എല്ലായിടത്തേക്ക് നല്ല റെഡിഷ് അതും നമ്മൾ എല്ലായിടത്തേക്ക് തന്നെ വറുത്തെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പിട്ട പാത്രത്തിലോട്ട് തന്നെ നമ്മൾ അതും അങ്ങ് എടുത്തിടുക. നമ്മൾ പിന്നെ ഏലക്കയും കൂടെ കുറച്ച് മൂപ്പിച്ച് ഇട്ട് പിന്നെ നമ്മൾ കുക്കറിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിരുന്ന നമ്മുടെ കുമ്പളങ്ങ എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. വെള്ളം മാറ്റി നമ്മൾ വെച്ചേക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പായസത്തിന് വേണ്ടിയുള്ള പായസത്തിന് വേണ്ടിയുള്ള പാല് നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് സോറി ഗൈസ് ഉരുളിയാണ് കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാ, ഉരുളി. അപ്പം നമ്മൾ ഉരുളിയോട്ട് നമ്മൾ എടുത്തങ്ങ് ഇടുകയാണ്. നമ്മളെ കുമ്പളങ്ങയും നമ്മളെ പാലൊക്കെ നല്ല വൃത്തിക്ക് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മളെ കുമ്പളങ്ങ എടുത്ത് അങ്ങോട്ടങ്ങ് ഇടുക. എന്നിട്ട് അങ്ങ് ഇളക്കി നല്ല പരുവാക്കുക. ഓക്കെ, സെറ്റല്ലേ? പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
പിന്നെ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ചവ്വരി എടുത്ത് നമ്മുടെ പായസത്തിലോട്ട് ഇടുകയാണ് കേട്ടോ. നമ്മളെ കുമ്പളങ്ങയൊക്കെ എടുത്ത് വെച്ച് അതിനകത്തേക്ക് ഇളക്കി നല്ല പരുവാക്കി വെച്ചിരുന്ന നമ്മുടെ പാലും കുമ്പളങ്ങയും കൂടെ അതിനകത്തോട്ട് നമ്മുടെ ചവ്വരി എടുത്തങ്ങ് ഇടുകയാണ്. പിന്നെ അതും നല്ല വൃത്തിക്ക് ഇളക്കി എല്ലാ സൈഡിലോട്ടും പിടിപ്പിക്കുക. ഈ സമയത്തൊക്കെ നിങ്ങളുടെ ഒന്നൊന്നര ഇളക്കം എന്ന് വെച്ചാൽ ഒന്നൊന്നര ഇളക്കം നിങ്ങൾ ഇളക്കേണ്ടി വരും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നിങ്ങളത് നമ്മുടെ പായസത്തിലൂടെ അങ്ങ് ഇടുക. എന്നിട്ട് നല്ല വൃത്തിക്ക് ഇളക്കി പിടിക്കുക. എല്ലായിടത്തും നിന്ന് പഞ്ചസാര എത്തണം. നല്ല വൃത്തിക്ക് അങ്ങ് ഇളക്കി അങ്ങ് പിടിപ്പിക്കുക. പിന്നെ ഗൈസ് നമുക്ക് ആവശ്യത്തിന് വേണം നമ്മുടെ മിൽക്ക് മെയ്ഡ്. നമുക്ക് വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇട്ടോ. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം അണ്ടിപ്പരിപ്പുകൾ, അതില്ലാതെ വേറെ കളിയില്ലല്ലോ. അണ്ടിപ്പരിപ്പും നല്ല മുന്തിരിങ്ങ ഇട്ട് ഇതൊക്കെ നല്ല വൃത്തിക്ക് ഇളക്കി പിടിപ്പിച്ചാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല വൃത്തിക്ക് എനിക്ക് കൊതിയാണ്. ഇളക്കി പിടിപ്പിച്ച് സെറ്റാക്കി ആക്കണം കേട്ടോ. നല്ല വൃത്തിക്ക് നല്ല തിളച്ച് വരുമ്പോഴത്തേക്കിനും തിളച്ച് വരുന്നുണ്ടോ ഇപ്പോഴൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിളക്കാൻ വെച്ചിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് ഇളക്കണം. ഇളക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പായസം റെഡി. അത് കഴിഞ്ഞ് നമ്മളൊരു ബൗളിലോട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ വെച്ചിരുന്ന ഗൈസ് നമ്മൾ കുറച്ചേ നെയ്യ് എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ പിന്നെ അണ്ടിപ്പരിപ്പും നമ്മുടെ മുന്തിരിങ്ങയും മൂപ്പിക്കാൻ മാത്രമേ നമ്മൾ നെയ്യ് എടുത്തിട്ടുള്ളൂ. ആവശ്യമുള്ളവർക്ക് നെയ്യ് കൂടുതൽ ചേർക്കാനായിട്ട്. പിന്നെ നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് ഒരു ബൗളിലോട്ട് നമ്മുടെ പായസം എടുത്ത് വെച്ച്, പിന്നെ എക്സ്ട്രാ വരുന്ന പായസം ഒരു കണ്ടെയ്നർ എടുത്ത് വെച്ച് നല്ല സീലായിട്ട് വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ചയോളം ആ പായസം സുഖമായിട്ടിരുന്ന് കഴിക്കാം. വേണ്ടാ അണ്ടിയത്ത് നമ്മൾ ഈ പായസമൊക്കെ എടുത്ത് വെച്ച് നല്ല സ്വസ്ഥമായിട്ട് സ്ഥലം പോയിട്ട് സുഖമായിട്ടിരുന്നും കഴിക്കുക. അപ്പം നമ്മൾ ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പം ബൈ.